അല്ല, അതാ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ മലപ്പുറം ജില്ലയിൽ 10 ലക്ഷം വോട്ട് ഏതാ? അതെ, ന്യൂനപക്ഷമല്ലേ വളരെ പ്രധാനപ്പെട്ടത്. എത്ര ശതമാനം? ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് അല്ല, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്കുണ്ട്. അതായത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി പോയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായി ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ സംഭാവന നോക്കാം, അതൊക്കെ നമുക്ക് നോക്കാം. നീ പേടിക്കേണ്ട കാര്യം? ആരെ പങ്ക് പരിശോധിക്കുന്നതിൽ ഒരു പേടിയില്ല. മനസ്സിലായില്ല. അത് ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇല്ല. എന്ത് ഫേസ്ബുക്ക്? നിങ്ങളെ ഫേസ്ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ആകും. അതെ, അവിടെ ഇപ്പോൾ തൂക്കാന്ന്. BJPക്ക് ഭൂരിപക്ഷമൊന്നുമില്ല. ഒറ്റക്കക്ഷിയായി, പക്ഷെ ഭൂരിപക്ഷമൊന്നുമില്ല. പോരാ, മതിയാവൂല. അതൊക്കെ തൂക്കായിട്ട് നിൽക്കുകയാണ്. ഉറപ്പല്ലേ മൂന്നാം വട്ടം എന്നുള്ളത്? ഒരു തിരിച്ചടിയില്ല. അതാ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. അത് വിചാരിച്ച് നിൽക്കണ്ട. മൂന്നാം വട്ടത്തിൽ ഇനി ഇവർ UDF വരാൻ പോവാണെന്ന് പറയാനാണല്ലോ നിങ്ങളെല്ലാം 80 സീറ്റ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ 80 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വെറുതെ ആവശ്യമില്ലാത്ത ചോദിച്ചു. നോക്കാം, നമുക്ക് അത് പൂർത്തിയായില്ല, അതെല്ലാം വരട്ടെ. മനോരമയില്ലേ അത് ആദ്യം എടുത്തത്? അല്ല, ആ സമ്മേളനമോ? സമ്മേളനം നല്ല നാട്ടല്ലേ? അല്ല, രാഷ്ട്രീയമല്ലല്ലോ. ആരാ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ച്? നിങ്ങളെല്ലാം രാഷ്ട്രീയമല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെങ്ങനെ രാഷ്ട്രീയമാകുക? ഇടത് ഹിന്ദുത്വ ആഖ്യാനം നിങ്ങളുടെ പ്രയോഗമല്ലേ? ആയിരിക്കും അതെല്ലാം അംഗീകരിക്കുന്നു. ആരെ പ്രയോഗമായാലും ആ പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. ഓരോരാളായി പറ. ഇടത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അത് ഐസൂരോട് ചോദിച്ചാണ്. പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യം കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഏറ്റക്കുറച്ചിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയത അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചിട്ടും അവർ പ്രചരിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം ഈ പറയുന്ന BJPക്ക് അനുകൂലമായി മാറിയിട്ടില്ല എന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDP-യെയും ചേർത്ത് നിർത്തിയിട്ടും ആ സമുദായം ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 2 പ്രവണതകളെയും അതിജീവിച്ചുകൊണ്ടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്, പൊരുതിയിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല, അതുപോലെ തന്നെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പം ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, കേരള കോൺഗ്രസ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ.
പക്ഷേ അത് ഉള്ളതുകൊണ്ട് മാത്രമല്ലല്ലോ ജയം ഉണ്ടായിട്ടുള്ളത്, യുദ്ധം പരാജയം ഉണ്ടായിട്ടുള്ളതും. രണ്ടും കാണണ്ടേ അതേപോലെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.